നമസ്കാരം. ഇറാനെ കുറിച്ചൊരു അക്ഷരം മുണ്ടരുത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധക്കുറ്റവാളി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂവിട്ട് പൂജിച്ചാലും യാതൊരുവിധ കുഴപ്പവുമില്ല. ഖംനായെ കുറിച്ച് മുണ്ടരുത്, ഇറാനെ കുറിച്ച് മുണ്ടരുത്. ഇറാൻ നടത്തുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും പറയാൻ പാടില്ല. ഇറാന് ഇവിടെ തിരിച്ചടി കിട്ടുന്ന വല്ല വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് വലിയ സന്തോഷമാണ്. അതേസമയം അവർ നടത്തുന്ന നീക്കങ്ങൾ, അവരുടെ ഭാഗത്തു നിന്ന് ശത്രുക്കൾക്കെതിരെ ഉണ്ടാകുന്ന തിരിച്ചടികൾ, അത് മാധ്യമങ്ങളൊന്നും പലപ്പോഴും ആ വിവരങ്ങൾ അറിയുന്നില്ല. ഇസ്രായേലിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മൂടിവെക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇവിടെ അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് കളവാണ്, നുണയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. വേണ്ടപ്പെട്ട ചില ആളുകളൊക്കെ ഫോണിലും അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. എന്തിനാണ് ഇറാനെ ഇങ്ങനെ പൊക്കി പറയുന്നത്? അവരൊരുപാട് ആളുകളെ കൊന്ന ആളുകളാണ്. ചട്ടം ഉപേക്ഷിച്ചതിന്റെ പേരിൽ സ്ത്രീകളെ കൊന്ന നാടാണ് ഇറാൻ. ആയത്തുള്ള അലി ഖംനായി അത്തരത്തിലൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് ചില ആളുകൾ എന്നോട് വ്യക്തിപരമായിട്ട് അടുപ്പം വെച്ച് പറഞ്ഞതാണ്. ഞാൻ അതിലൊന്നും എനിക്ക് എതിർപ്പില്ല. കാരണം ആളുകൾ മാന്യമായ രീതിയിൽ അവരുടെ അഭിപ്രായവും അവർക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ പറയണം. ചില കാര്യങ്ങളൊക്കെ എനിക്കും വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയുന്നത് നല്ല കാര്യമാണ്. എന്തായാലും ഇറാനുമായി ബന്ധപ്പെട്ട്, ഇറാനിലെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസം പറയേണ്ട ഒരു സമയമല്ല ഇപ്പോഴത്തേത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാനെ നല്ല പാഠം പഠിപ്പിക്കാൻ ഒരിക്കലും അമേരിക്കക്കും ഇസ്രായേലിനും യോഗ്യതയില്ല. അക്കാര്യം ഇവിടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഇവിടെ ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, പ്രവർത്തനങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ചില ആളുകൾ, ചില ഓൺലൈൻ ചാനലിന്റെ ആളുകൾ അതിനെ ഒന്നുകൂടെ ഭംഗിയാക്കി അവർ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറാൻ അനുകൂലികൾ കാത്തിരിക്കുക എന്ന രീതിയിലൊക്കെയുള്ള ചില പോസ്റ്ററുകളും അതുപോലെ തന്നെ പ്രചരണങ്ങളും ഈ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായി കാര്യമായ രീതിയിൽ തന്നെ പ്രചരിച്ചു. എന്നാലും ഇവിടെ ഇറാനെ കുറിച്ച് പറഞ്ഞാൽ ആ പറഞ്ഞവൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. അതേസമയം ലോകം ഒരു ക്രിമിനൽ എന്ന രീതിയിൽ നോക്കിക്കാണുന്ന, യുദ്ധ കുറ്റവാളി എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഇവിടെ യുദ്ധ കുറ്റവാളിയായി കണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂവിട്ട് പൂജിച്ചാലും യാതൊരുവിധ കുഴപ്പവുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം അയോധ്യയിലെ ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലത്ത്, ആ കേന്ദ്രം ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല, രണ്ട് സ്വാമിമാര് ചേർന്ന അയോധ്യയിലെ ഒരു കേന്ദ്രത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുകയാണ്. ഫോട്ടോ വെച്ച് നെറ്റിയിലൊരു പൊട്ടൊക്കെ തൊട്ട് ഇവർ ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പൂജ നടത്തുകയാണ്. എന്നാൽ അങ്ങനെ ചെയ്തതിൽ ചില ആളുകളൊക്കെ വല്ലാതെ അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ സന്ദർശനം നടത്തി തിരിച്ചെത്തിയത്. അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അത് എനിക്ക് ബോധ്യപ്പെട്ട, എനിക്ക് സംശയമുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ ഫോട്ടോകൾക്ക് അടിയിലൊക്കെ പ്രചരിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങളൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല. അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടും തെറ്റില്ല. അതൊന്നും പ്രകോപനം ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായൊരു സംഭവം. അതുപോലെ ഇപ്പോൾ ഈ ശ്രീലങ്കൻ തീരത്ത് ഒരു ഇറാൻ കപ്പൽ അമേരിക്ക തകർത്തതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ അതിനടിയിലും ചില ആളുകളൊക്കെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. എന്നാൽ ഈ കപ്പൽ ഇന്ത്യ വിളിച്ചു വരുത്തിയ കപ്പലാണ്. സൈനിക അഭ്യാസം നടത്തി മടങ്ങി പോകുന്ന ആളുകളാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ബന്ധവുമില്ല. എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു റോളും ഇല്ലാത്ത ഒരു കപ്പലിനെ ഇവിടെ അമേരിക്ക തകർത്ത് കളഞ്ഞത്, അന്തർവാഹിനി ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. അത് തകർത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആ വിഷയം ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും 8 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇവിടെ അമേരിക്കൻ അന്തർവാഹിനി ഈ കപ്പലിനെ തകർത്ത് കളഞ്ഞത്. ഈ കപ്പൽ ഇവിടെ ശ്രീലങ്കൻ തീരത്ത് എത്താൻ സാധ്യതയുള്ള സമയമൊക്കെ അമേരിക്കക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാനായി ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഞാൻ ആ സംശയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്തായാലും 87 ആളുകളാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവർ നിരപരാധികളായിരുന്നു.
അവരിവിടെ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷണം സ്വീകരിച്ച് രാജ്യത്തേക്ക് വന്ന് തിരിച്ചു പോകുന്ന ആളുകളായിരുന്നു. സംശയം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ കൃത്യമായ വിയോജിപ്പുണ്ട്. ഈ 87 ആളുകളെ അമേരിക്ക ചതിയിലൂടെ കൊലപ്പെടുത്തിയ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അപലപിക്കാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടില്ല. അത് വ്യാപകമായിട്ടുള്ള എതിർപ്പ്, വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം, സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ ഉന്നയിച്ച ചോദ്യമാണ്, ഒമാനിലെ ദുഃഖം പോർട്ട് അത് ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യ വല്ല ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടൊന്നും മറുപടികളില്ല. ഇനി അങ്ങനെ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനത്തിലിരിക്കുന്ന ആരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അത്തരത്തിൽ ഉയർന്നു വന്ന ചോദ്യത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഒരു അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പല ബേസുകളും അതുപോലെ തന്നെ പോർട്ടുകളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റു വഴികളില്ല. ഇവിടെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയല്ല ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സഹായം കിട്ടി എന്ന രീതിയിലാണ് ഇക്കാര്യം ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും വ്യോമതാവളങ്ങളും അതുപോലെ തന്നെ പോർട്ടുകളും നശിച്ചു കഴിഞ്ഞു. അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ പോർട്ടുകളും അതുപോലെ തന്നെ വ്യോമതാവളങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയുണ്ട്, സഹായം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ സഹായത്തെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതാണ്. എന്തായാലും ഇവിടെ നമ്മുടെ സർക്കാർ, കേന്ദ്ര മന്ത്രാലയം ഈ ഒരു വിഷയത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെയൊന്നുമില്ല, ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, രാജ്യത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില വിഷയങ്ങൾ, ഇറാനെ കുറിച്ച് മുണ്ടാൻ പാടില്ല, അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂവിട്ട് പൂജിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം, ദുഃഖം പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം, ഈ ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പൽ തകർത്ത സംഭവം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ, ആരോപണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായും ഇപ്പോൾ രാജ്യം തള്ളിപ്പറഞ്ഞ സാഹചര്യത്തെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ആരെയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും മോശക്കാരാക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല ഇക്കാര്യം ഇവിടെ പറയുന്നത്. ഇറാനുമായി നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്, വളരെ അടുത്ത സൗഹൃദമുണ്ട്, വ്യാപാര ഇടപാടുകൾ ഇറാനുമായി ഇന്ത്യ നടത്തുന്നുണ്ട്. ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്തു നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ നേതാവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്ക് പറയാൻ, ദുഃഖം രേഖപ്പെടുത്താൻ, ഒരു അനുശോചനം അറിയിക്കാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടില്ല, മൗനം പാലിക്കുകയാണ്. ഏറ്റവും അവസാനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണമല്ല, ഇന്ത്യയുടെ സഹായത്തെ പ്രകീർത്തിച്ച് അമേരിക്കയിലെ ഒരു ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ മാത്രമാണ് ആ വാർത്ത തള്ളിക്കളയുന്ന ഒരു കാഴ്ച നമുക്ക് രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാനായത്. എന്തായാലും ഒത്തിരി ആരോപണങ്ങൾ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ ഉയർന്നു വരികയാണ്. ഇസ്രായേലുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു രാജ്യം, ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ നൽകുന്നു, ഇറാനുമായി അകലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ, സോണിയാഗാന്ധി അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ രാജ്യത്തിന്റെ ഈ നിലപാടിൽ, പ്രധാനമന്ത്രിയുടെ നിലപാടിൽ ഇവിടെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിമർശനങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഇവിടെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന ആളുകളെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരാണ് പ്രകോപനം ഉണ്ടാക്കുന്നത്. കണ്ട കാര്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇവിടെ ഉള്ള കാര്യം ഉള്ളതുപോലെ മാത്രമാണ് പറയുന്നത്, ആരെയും പ്രകോപിപ്പിക്കുന്നില്ല. പ്രകോപനം ഉണ്ടാക്കുന്നത് ഇവിടെ ചില കമന്റ് തൊഴിലാളികളാണ്. അവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത് എന്ന് ഞാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.